രാധാകൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിപ്പോൾ വിശ്രമിക്കുകയാണല്ലോ. വായനയും എഴുത്തും ഒക്കെ അതിലേക്ക് മടങ്ങിക്കാണുമെന്ന് കരുതുന്നു. എന്നാലും കുറച്ച് കാര്യങ്ങൾ അയവർക്കാൻ കാണുമല്ലോ ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി. അങ്ങ് ജയിക്കുമോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഹൈബി ഈഡൻ്റെ ഭൂരിപക്ഷം കുറയുമോ? തീർച്ചയായിട്ടും കുറയും, തീർച്ചയായിട്ടും കുറയും. കാരണം 3 കാരണങ്ങളുണ്ട് അതിന്. ഒന്നെന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന 1,67,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയ തെരഞ്ഞെടുപ്പില്ലേ, ചില ഭൗതിക സാഹചര്യങ്ങളുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയെ പറഞ്ഞാൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ടുള്ളൊരു കാര്യം ഈ ശബരിമല എന്നൊരു ഹിന്ദുക്കളെ സംബന്ധിച്ചൊരു വൈകാരിക പ്രശ്നം തന്നെയായിരുന്നു. ആ ഹിന്ദുക്കളുടെ വികാരത്തിന് മുറിവേൽപ്പിച്ചു എന്ന് അവർ കരുതിയിരുന്നത് പിണറായി വിജയനും മാർക്സിസ്റ്റുകാരുമായിരുന്നു. അപ്പോൾ അവരോട് പ്രതികാരം ചെയ്യണം എന്നൊരാഗ്രഹം ഉള്ള ധാരാളം പേര് ഉണ്ടായിരുന്നു. ധാരാളം പേര് ഹിന്ദുക്കളിലുണ്ടായിരുന്നു. അതിൽ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ട്. രണ്ടാമത്തെ ഘടകം, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചിട്ട് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് 7 ക്യാബിനറ്റ് മന്ത്രിമാർ വരും എന്നായിരുന്നു അന്നത്തെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ പ്രധാനമന്ത്രിയെയും 7 ക്യാബിനറ്റ് മന്ത്രിമാരെയും തിരഞ്ഞെടുക്കാൻ പോകുന്നൊരു തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ആ മുന്നണിക്ക് സർവാത്മനാ പിന്തുണ കൊടുക്കണം എന്ന വിശ്വാസത്തോടു കൂടി ഒരുമിച്ച് നിന്നൊരു തിരഞ്ഞെടുപ്പ്. ഇതിൻ്റെ ഫലമായി ഒരു ശബരിമല പോളറൈസേഷൻ്റെയും കൂടി ഫലമായിട്ട് വന്ന ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ. ഈ 3 ഘടകങ്ങളായിരുന്നു പ്രധാനമായും രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചത്. പക്ഷേ ഈ ശബരിമലയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, BJPക്ക് വോട്ട്, എനിക്ക് തന്നെ അനുഭവം, ഞാൻ ആലപ്പുഴ മത്സരിക്കും, എനിക്കറിയാവുന്ന കാര്യം, നിങ്ങൾക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജയസാധ്യതയില്ല, പക്ഷേ പിണറായിയെ തോൽപ്പിക്കണം. അങ്ങനെ വോട്ട് ചെയ്തവർ ധാരാളം പേരുണ്ടായിരുന്നു. ആ ഒരു അന്തരീക്ഷം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഇല്ല. രണ്ടാമത്തെ കാര്യം, മോദിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഞാനതൊരു വലിയ വേവാണെന്നോ ഒന്നും പറയുന്നില്ല, പക്ഷെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അതാരാണെന്ന് വെച്ചാൽ, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ മോദി കുഴപ്പക്കാരനല്ല എന്ന് ഒരു ധാരണയിലും അവർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു കൊടുത്ത ഒരാളാണ് എന്ന വിശ്വാസത്തിലും ഇനിയും അത് തുടരും എന്ന ആഗ്രഹത്തിലും വിശ്വസിക്കുന്ന ധാരാളം സാധാരണക്കാരായ ഈ ഡൗൺ ടോഡൻ ക്ലാസ് എന്നൊക്കെ പറയില്ലേ, അവരെ ഞാൻ പരിചയപ്പെട്ടു. ഒരു 10-30 സ്ത്രീകളെങ്കിലും എൻ്റെ അടുത്ത് അക്കാര്യം ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അന്തരീക്ഷം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കുറയുക എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഹൈബി ജയിക്കും എന്ന് കരുതുന്നുണ്ടോ? ഞാനിപ്പോഴും കരുതിയിട്ടില്ല. ഇല്ല. അതെന്തുകൊണ്ട് കരുതാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആകെ 9,04,000 വോട്ട്. ഈ 4,000 വോട്ട് കുറേ സ്വതന്ത്രന്മാരും നോട്ടേ നീട്ടയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന 9,00,000 താഴെ വരുള്ളൂ വോട്ട്. ആ 9,00,000 താഴെ ഒരു 2020 ഒരു കാൻഡിഡേറ്റ് മത്സരിക്കുന്നുണ്ട്. അവർക്ക് കുറച്ച് വോട്ട് കിട്ടും എന്നാണ് അവർ അവകാശപ്പെടുന്നതും ബാക്കിയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അത് ശരിയായിരിക്കാം ചിലപ്പോൾ. കാരണം അവർക്ക് 1-2 പഞ്ചായത്തിൽ വലിയ സ്വാധീനമുണ്ടത്രേ. അവർക്ക് ഇവിടത്തെക്കാൾ സ്വാധീനം ചാലക്കുടിയിലുണ്ടോ? അല്ല, ചെല്ലാനത്ത് അവർക്ക് വലിയ സ്വാധീനമുണ്ട്. അല്ല, ചാലക്കുടി വേറെ. സ്വാഭാവികമായിട്ടും വരും. ചാലക്കുടിയിലെ 2-3 പഞ്ചായത്ത് അവർക്ക് വലിയ സ്വാധീനമുള്ളതാണ്. അപ്പോൾ അവിടെ അവർക്ക് സ്വാധീനമുണ്ട്, നമ്മളതില്ല എന്ന് നിഷേധിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇത് തൃക്കാക്കര അവർ മത്സരിച്ചപ്പോൾ അവർക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. പല നിയോജക മണ്ഡലങ്ങളിലും അവർ മത്സരിച്ചപ്പോൾ അവർക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു സ്വാഭാവികമായി കുറച്ച് കുറഞ്ഞാൽ പോലും കുറേ പേര് അവർക്ക് വോട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ വോട്ടും കൂടി കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്നത് വല്ല 8,50,000 വോട്ട് വല്ലതൊക്കെ ആയിരിക്കും അത് അവശേഷിക്കാനായിട്ടുള്ളത്. ഈ 8,50,000 വോട്ട് 3ആയിട്ട് തരംതിരിക്കപ്പെടണം. അപ്പോൾ എന്തായാലും ശരിയാണ്, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷം ഈ പ്രാവശ്യത്തിൽ
ഉണ്ടാകില്ല. അതിൽ ആരെ എങ്ങനെയൊക്കെ വോട്ട് പിടിക്കും എന്നതനുസരിച്ചിരിക്കും. ഹൈബിയുടെ സമുദായത്തിൽ നിന്ന് തന്നെയാണ് LDFന്റെ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത്. അതെ, കോട്ടപ്പുറം രൂപത വേറെ രൂപതയിൽ നിന്നുമാണ്. അതും ഹൈബിക്ക് ദോഷം ചെയ്യുന്നതല്ലേ? സ്വാഭാവികമല്ലേ അത്? അതെ. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൻ്റെ വോട്ടുകളിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും ഷൈനിന് അനുകൂലമായിട്ട് മാറും എന്ന് കരുതുന്നതല്ലേ യുക്തിസഹമായ കാര്യം. അതെ. അതൊട്ടും പോകില്ല എന്ന് കോൺഗ്രസ്സുകാർ പറയുമെങ്കിലും അത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. കുറേ പേര് പോകും, വിശേഷിച്ചും കൊച്ചി പോകും, വൈപ്പിൻ പോകും, പറവൂർ പോകും. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുറേ പേര് പോകും എന്ന് തന്നെയാണ് എനിക്ക് കിട്ടുന്ന വിവരം. ശരിയാകാം, തെറ്റാകാം. പിന്നെ ഷൈനിയെക്കുറിച്ച് അങ്ങനെ ഒരു എതിരഭിപ്രായങ്ങളൊന്നും പറയാനില്ലല്ലോ. ഇല്ല. അവർ വേണ്ടത്ര പ്രസിദ്ധയല്ല എന്നുള്ളതല്ലാതെ അവരെക്കുറിച്ച് അവരൊരു അഴിമതി ആരോപണമില്ല, അവരുടെ ഒരു പെരുമാറ്റ ദൂഷ്യം അങ്ങനെ ഒന്നുമില്ലല്ലോ. അല്ല, കവിതയൊക്കെ മോഷ്ടിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ വളരെ പ്രസിദ്ധമായിരുന്നു. അല്ല, അവരതൊന്നും ചെയ്യാറില്ല. അവർ വളരെ ഇതായിട്ട് ജീവിക്കുന്ന ഒരു കക്ഷിയാണ്. അപ്പോൾ അവരെക്കുറിച്ച് അങ്ങനെ ഒരു മോശം അഭിപ്രായമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, അവർ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കിട്ടുന്നൊരവസരം എന്ന നിലക്ക് അവരത് ഉപയോഗിക്കാം. പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ 3 ലക്ഷം വോട്ടിൻ്റെ അടുത്ത് 3 ലക്ഷം കവിയുന്നുണ്ട് അവർക്ക് വോട്ട്. ഓഹോ. PP നമ്മുടെ രാജീവ് മത്സരിച്ചപ്പോൾ രാജീവ് പാർട്ടി ചിഹ്നത്തിലാണല്ലോ മത്സരിച്ചത്. രാജീവിന് 3 ലക്ഷം കവിഞ്ഞ വോട്ട്. അപ്പോൾ ബാക്കി ആ 3 ലക്ഷം കഴിഞ്ഞാൽ പിന്നെ എത്ര വരും? പിന്നെ 550. അതെങ്ങനെ ഡിവൈഡ് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് ഫൈനൽ സ്റ്റേജിൽ കണ്ടറിയാം. അപ്പോൾ ഷൈൻ ജയിക്കുമോ? ഷൈൻ ജയിക്കും എന്ന് ഞാൻ പറയുന്നില്ല. ഇല്ല. പക്ഷേ ജയസാധ്യത വളരെ എല്ലാവർക്കും ഉള്ള ഒരവസ്ഥയിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എത്തിയാൽ അത്ഭുതപ്പെടാനില്ല. രാധാകൃഷ്ണൻ ഈ ആലപ്പുഴയിൽ മത്സരിച്ചിരുന്നല്ലോ ലോക്സഭ. തൃപ്പൂണിത്തുറ നിയമസഭ നമുക്ക് വിടാം. പക്ഷേ അന്നത്തെ ആ മത്സരത്തിൽ നിന്ന് ഉണ്ടായിരുന്ന രാഷ്ട്രീയമായ വ്യത്യാസം എന്തായിരുന്നു തവണ? അല്ല, ആ മത്സരത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ വ്യത്യാസം പ്രധാനമായിട്ടുണ്ടായിരുന്ന ഞാൻ പറഞ്ഞില്ല, അന്ന് ഈ ഒരു അവസ്ഥ നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി വന്ന് പ്രധാനമന്ത്രിയാകാൻ പോകുന്നു. അവിടെയുള്ള അന്നത്തേക്കാൾ BJPയുടെ അവസ്ഥ, BJPക്ക് ഫേവറബിളാണ് അവസ്ഥ. ആ ഒന്നാമത്തെ ഫാക്ടർ മോദിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മോദി ഒരു ഫാക്ടറാണ്, അത് നിഷേധിക്കാൻ പറ്റില്ല. ഇവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ കാര്യമാണ്. മോദി ഈസ് എ ഫാക്ടർ. ആ മോദി ഫാക്ടർ ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അത് എറണാകുളത്ത് ഈ പ്രചാരണത്തിൻ്റെ ഇടയിൽ വ്യക്തമായിരുന്നു. എനിക്ക് വ്യക്തമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 30-ലേറെ സ്ത്രീകൾ സമയത്ത് എന്നോട് രാധാകൃഷ്ണൻ തട്ടില്ല, അങ്ങനെ ഒരു വികാരം ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒന്ന് കണ്ടു. അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല. കാരണം നമ്മളിവിടെ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ്? മോദിക്ക് അനുകൂലമായിട്ട് മിഡിൽ ക്ലാസ്സും അപ്പർ മിഡിൽ ക്ലാസ്സും ഹയർ ക്ലാസ്സും ഒക്കെ ഉണ്ടാകും, പക്ഷേ ഡൗൺ ട്രോഡൻ. പക്ഷേ ഇത് ഡൗൺ ട്രോഡനിലാണ് കണ്ടിരിക്കുന്നത്. ആ ഡൗൺ ട്രോഡൻ മാസിൽ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. പിന്നെ തീരപ്രദേശത്ത് തീരപ്രദേശത്തൊക്കെ നല്ല പോളിംഗ് ഉണ്ടായിരുന്നു. അത് അവിടുത്തെ നോക്കി അറിയാൻ പറ്റും. ആ പോളിങ്ങിൽ സ്വാഭാവികമായിട്ടും എനിക്കൊരു എഡ്ജ് ഉണ്ടാകും. സ്വാഭാവികമാണ്. കാരണം ഒരു മുക്കുവനാണല്ലോ ഞാൻ മത്സരിക്കുന്നത്. ഒരു പക്ഷേ പലർക്കും ആദ്യമായിട്ടായിരിക്കും ഒരു മുക്കുവിന് വോട്ട് ചെയ്യാനൊരു എറണാകുളത്ത് ഒരു അവസരം കിട്ടുന്നു. അതൊക്കെ ഒരു സ്വാഭാവികമായിട്ടൊരു കാര്യമായിട്ട് മറ്റു പാർട്ടികളും പൊതുവെ അങ്ങനെയൊന്നും നോക്കുന്ന സമുദായമല്ല. അല്ല, അത് കൊടുക്കുക, എവിടെയെങ്കിലും ഒരെണ്ണം കൊടുക്കുകയുള്ളൂ. അപ്പോൾ അല്ലാതെ ഇവിടെയൊന്നും കൊടുക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ട് വരും. ഈ പുറത്തുനിന്നൊക്കെ ഈ ഹിമന്ത ബിശ്വ ശർമ്മയൊക്കെ വന്നിരുന്നല്ലോ. അവരുമൊക്കെ ആയിട്ടുള്ള ഇൻറ്ററാക്ഷനിൽ അവരുടെ ഒരു നിരീക്ഷണമായിട്ട് എന്താ? അല്ല, അവർ ഇവിടെ വന്ന് ഇപ്പോൾ ശർമ്മയുമായിട്ട് ഞാൻ ശർമാജിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ശർമാജിയുമായിട്ട് മാത്രമേ വന്നുള്ളൂ. പിന്നെ മീനാക്ഷിയിലേക്ക് വന്നിരുന്നു. മീനാക്ഷിയിലേക്കുമായിട്ട് അങ്ങനെ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ശർമ്മയുമായിട്ട് കുറച്ച് സമയം, കാരണം ശർമ്മ വന്നിറങ്ങിയിട്ട് എൻ്റെ കൂടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന വിവരം BJP വിൽ ഇംപ്രൂവ് ഇറ്റ്സ് വോട്ട് ബേസ് എന്നാണ് ത്രൂ ഔട്ട് കേരള. അതാണ് ശർമ്മേൻ്റെ അടുത്ത് പറഞ്ഞത്. അദ്ദേഹം കുറേ കോൺഗ്രസ് നേതാക്കളെ BJPയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ? അത് സ്വാഭാവികമല്ലേ? അത് ഇപ്പോൾ
ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ കോൺഗ്രസ്സുകാരുമായിട്ട് അയാൾക്ക് 10-20 കൊല്ലക്കാലത്തെ ബന്ധമുണ്ട്. എനിക്ക് ഒരു പക്ഷേ 40-45 കൊല്ലക്കാലത്തെ ബന്ധമുണ്ട്. അപ്പോൾ ഒരാൾ രാഷ്ട്രീയം മാറി എന്ന് കരുതി ഈ വ്യക്തിബന്ധങ്ങളും കോണ്ടാക്റ്റുകളും ഒരു നിമിഷം ഇല്ലാതെയാവുന്ന പ്രശ്നമില്ലല്ലോ. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിക്കുള്ളൂ, എല്ലാവരും സംസാരിക്കും. അപ്പോൾ ആ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇവ കാര്യങ്ങൾ തമാശയായിട്ടും കാര്യമായിട്ടും ഒക്കെ പറയും. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ പക്ഷേ എന്ന് കരുതി അവരെല്ലാം ഉടനെ ഇങ്ങോട്ട് വരുമെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിലെ പ്രതികരണോ? ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇപ്പോൾ എസ്പെഷ്യലി ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ മോദിക്ക് ആദ്യം എങ്ങനെ വെച്ചാൽ മോദി വരാൻ പാടില്ല എന്നായിരുന്നു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മോദി വന്നാലെന്ത്, അത് അതിനു മുമ്പുണ്ടായിരുന്നില്ല. വാട്ട് ഈസ് റോങ് വിത്ത് മോദി? മോദി ഷുഡ് ബി ബാൻഡ്. അതായിരുന്നു 14 മുമ്പുണ്ടായിരുന്നു, 19 അതായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. വാട്ട് ഈസ് റോങ് വിത്ത് മോദി? അങ്ങനെ ഒരു കാഴ്ചപ്പാട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി അല്ല. അതാണ് ഈ പലർക്കും പറ്റുന്നൊരു അബദ്ധം, ക്രിസ്ത്യൻ മൈനോറിറ്റി. അങ്ങനെ ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി ഇല്ല. ഇപ്പോൾ കത്തോലിക്കർ തന്നെ 4 വിഭാഗമുണ്ട്. സുറിയാനി കത്തോലിക്കർ. സുറിയാനി കത്തോലിക്കർ എന്ന് പറയുന്നവരാണ് ഏറ്റവും മെജോറിറ്റി. ദെൻ കംസ് ലാറ്റിൻ കാത്തലിക്, ദെൻ മലങ്കര കാത്തലിക്, ദെൻ ജ്ഞാനായ കാത്തലിക്. ഈ 4 വിഭാഗത്തിനും 4 തരത്തിലുള്ള താല്പര്യങ്ങളുണ്ട്. ഈ ഹൈബിയേയും ഷൈനെയും വേണ്ട എന്ന് വെക്കുന്ന ലത്തീൻ കത്തോലിക്കർ കാണുമോ? അതും കാണും, കുറച്ച്, വളരെ കുറവായിരിക്കും അവരെ കാണുന്നത്. ഇപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ ഒരാൾ ഇട്ടിട്ടുണ്ട്, ഞാൻ ലത്തീൻ കത്തോലിക്കനാണ്, പക്ഷേ ഞാൻ വോട്ട് ചെയ്തത് രാജകൃഷ്ണൻ സാറിനാണെന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. അതും കാണും. പക്ഷെ അവരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നതല്ല, കൂടി വരുന്നു അല്ല, കൂടുന്നതല്ല. പക്ഷെ അങ്ങനെ കുറച്ച് ചെറുതാണെങ്കിലും ഒരു ചെറിയ വിഭാഗം കാണും, വളരെ ചെറിയ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറയാവുന്ന ഒരു വിഭാഗം അതിനകത്തും കാണും. പക്ഷെ എന്ന് കരുതി അത് വലിയ വോട്ട് ബാങ്ക് അങ്ങനെയല്ല. പക്ഷെ കുറച്ച് പേര് അതിനകത്തുണ്ട്. ആ കുറച്ച് പേർക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ബൂത്ത് തലത്തിലൊക്കെയുള്ള പ്രവർത്തനം നന്നായിട്ടുണ്ടോ, അതായത് നന്നാകാനുണ്ടോ? കാരണം എൻ്റെ സ്ഥലത്തൊന്നും കണ്ടില്ല. അത് ഞാനത് രാമൻ എൻ്റെ അടുത്ത് നേരത്തെയും സൂചിപ്പിച്ചിരുന്നു ഈ കാര്യം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ആലപ്പുഴ മത്സരിക്കാൻ വേണ്ടി പോകുമ്പോൾ 1367 ബൂത്തുണ്ട് അവിടെ. അതിൽ 93 സ്ഥലത്ത് മാത്രമേ BJPക്ക് ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആലപ്പുഴയിൽ ഒരു 800 സ്ഥലത്ത് വളരെ സ്ട്രോങ് ആയ ബൂത്ത് കമ്മിറ്റികളുണ്ട്. ഈ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ട്. ഇവിടെ തന്നെ ഒരു 800-ലധികം സ്ഥലങ്ങളിൽ ഒരു 90% ബൂത്തുകളിലും ഇൻസൈഡ് ബൂത്ത് ഏജൻറ്റ്സ് ഉണ്ടായിരുന്നു. പുറത്ത് ഒരു 800-ലേറെ ബൂത്തുകളിൽ പുറത്ത് ബൂത്ത് കെട്ടി ആളുകൾ ഇരിക്കുകയും ചെയ്തിരുന്നു. ഇത് പ്രകടമായ ഓർഗനൈസേഷൻ്റെ അടിസ്ഥാനത്തിലൊരു മാറ്റമായിരുന്നു. ആ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ സ്വാഭാവികമായൊരു ഇൻക്രീസ് ഉണ്ടാകും. മുൻപ് അങ്ങനെയല്ല, മുൻപ് അവിടെയൊന്നും ആരുമില്ല. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം അതിന് ആളിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായൊരു ഇൻക്രീസ് അവിടെ ഉണ്ടാകും. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമാണ്. പ്രചാരണത്തിൽ വല്ല അസാധാരണമായിട്ടോ മനസ്സിൽ തങ്ങുന്നതോ? അല്ല, അസാധാരണമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വിദ്യാർത്ഥിനി 35 കൊല്ലം മുമ്പ് പഠിപ്പിച്ചു വിട്ടതാണ്. 35 കൊല്ലം മുമ്പ് പഠിപ്പിച്ചു വിട്ടൊരു വിദ്യാർത്ഥിനി ഞാൻ തൃപ്പൂണിത്തുറ ചെല്ലുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ എന്നെ കാത്തു നിൽക്കുകയാണ്. ഓടി വന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് ഇവിടെ വന്നത് സാറിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് TV-യിൽ പറയുകയും ചെയ്തു, ചാനലുകളിൽ പറയുകയും ചെയ്തു, ഞാൻ സാറിന് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അത് സത്യത്തിൽ എനിക്കൊരു വലിയ അത്ഭുതപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാരേജ് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ കണ്ട് പിന്നെ പിരിഞ്ഞു പോയിട്ട് കാണാൻ കഴിയാതിരുന്ന കുറേ അധികം പേരെ ഇതിനിടയ്ക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞു. അത് വലിയ സന്തോഷം നൽകിയ ഒരു കാര്യമാണ്. പലരെയും നമ്മൾ, കാരണം കോളേജിൽ ഇത് കഴിഞ്ഞതിന് ശേഷം പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് നമ്മളെയും നമുക്ക് അവരെയും കാണാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരെയൊക്കെ കാണാൻ വേണ്ടി. എൻ്റെ ഇടയ്ക്കൊരു പുസ്തക പ്രകാശനം നടന്നു. അതെ, അത് ക്രിസ്തുദർശനം, രാമനാഥൻ മുമ്പ് എഴുതിയിട്ടുള്ളതാണ്. അതൊരു 30 കൊല്ലം മുമ്പ്, 30-35 കൊല്ലം മുമ്പ് എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് 4ാം പതിപ്പ്
മാതൃഭൂമി ഇറക്കിയതാണത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രകാശനം ആ കൂട്ടത്തിൽ കൂടി നടത്തി. കാരണം പുസ്തകം വിറ്റു പോകണമല്ലോ അവർക്ക്. അങ്ങയുടെ ആത്മസുഹൃത്തായ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ചോദിച്ചോ? ഇല്ല, എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടായില്ല, ആ കാര്യം ഉറപ്പാണ്. പിന്നെ ആർക്കാണ് എന്നുള്ള കാര്യം ഞാൻ ചോദിക്കേണ്ടതില്ല. അദ്ദേഹം വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുണ്ടോ? ചാൻസ് കുറവായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ട് കാര്യങ്ങളുകൊണ്ടാണ്. ഒന്ന്, അവൻ പറയുന്ന ഒരു കാര്യവും ഇന്ന് വരെ രാഷ്ട്രീയത്തിൽ ശരിയായിട്ടില്ല എൻ്റെ അറിവിൽ. എനിക്ക് ഒരുപാട് കൊല്ലത്തെ പരിചയവും അനുഭവമുണ്ട്. കാരണം തലക്ക് വെളിവുള്ള ആരെങ്കിലും ഇന്ത്യയിലെ സൈന്യങ്ങൾക്കെതിരെ ആയുധം എടുത്ത് പോരാടാമെന്ന് പറഞ്ഞ് ചിന്തിച്ച് പോകുക? ഞാൻ ചോദിക്കുന്ന കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും പോവുക? അദ്ദേഹത്തിൻ്റെ പഴയ അല്ല, അത് ആരാണ്? അവൻ്റെ അച്ഛനൊരു പട്ടാളക്കാരനായിരുന്നു. അപ്പോൾ അച്ഛനോട് ചോദിച്ചാൽ തന്നെ അറിയാൻ പറ്റും ഇന്ത്യൻ മിലിറ്ററിയുടെ അവസ്ഥ എന്താണെന്ന്. ഇവർ ആയുധം എടുത്തുകൊണ്ട് എന്ന് കഴിഞ്ഞാൽ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം മിനിമം ഓർക്കണ്ടേ. നമ്മളൊരു സായുധ സമരത്തിന് പോകുമ്പോൾ എതിരാളിക്ക് എന്തെല്ലാം ആയുധങ്ങളുണ്ട്, നമുക്ക് എന്തെല്ലാം ആയുധങ്ങളുണ്ട്, ഇതുകൊണ്ട് അവനെ തോൽപ്പിക്കാൻ കഴിയുന്നതൊക്കെ ആലോചിക്കണ്ടേ. ഇതൊന്നും ആലോചിക്കാതെയാണ് അദ്ദേഹം സായുധ സമരത്തിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തത്. കവിത ചൊല്ലിക്കഴിഞ്ഞാൽ ചൈനീസ് പട്ടാളം ഓടുന്നു വിചാരിച്ചിട്ട് അങ്ങനെ ഓടണമായിരുന്നെങ്കിൽ കടമ്മനിട്ട രാമകൃഷ്ണനായിരുന്നു ഇവനേക്കാൾ നല്ലത്. കാരണം കടമ്മനിട്ട കവിത ചൊല്ലിയിട്ട് അലറുകയും കൂടി ചെയ്യുമല്ല. അത് ഇവൻ കവിത ചൊല്ലിക്ക് ഇവനും കടമ്മനിട്ടും കവിത ചൊല്ലിക്കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വൈലോപ്പള്ളി പറഞ്ഞൊരു കമൻ്റുണ്ട് സാഹിത്യ അക്കാദമിയിൽ വെച്ച്. കവിത അസലായി, നന്നായി, കുഴപ്പമൊന്നുമില്ല, പക്ഷെ അലർച്ച കുറക്കാവുന്ന. വൈലോപ്പള്ളി വളരെ സട്ടിലായിട്ട് ഹ്യൂമർ പറയുന്ന ആളാണ്. വളരെ സട്ടിലായിട്ട് ഹ്യൂമറാണ്. അലർച്ച കുറക്കാമായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ അതിനുശേഷം ഈ ബാലനോട് വേറെ ആരോ, ആറാം തമ്പുരാനോ ആരോ കവിത ബാലന്റെ കഴിഞ്ഞപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞായിട്ട് ബാലൻ പറഞ്ഞു. അല്ല, അങ്ങനെയല്ല, അത് കവിത വളരെ നന്നായിരുന്നു തൻ്റെ നിലയ്ക്ക്. അതല്ല, ഹിരണ്യൻ്റെ അമ്മാവനായൊരു നമ്പൂരിയാണ്. ഹിരണ്യൻ്റെ അമ്മാവനായൊരു നമ്പൂരി ഇവൻ ഇവിടെ എന്താണ് സഹശയനം അവതരിപ്പിച്ചുകൊണ്ട് ഇറങ്ങുന്നു സാഹിത്യ അക്കാദമി ഹാളിൽ. ആളുകളൊക്കെ സ്തബ്ധമായിട്ടിരുന്ന് കവിത കേട്ട്. അപ്പോൾ ഇറങ്ങി വന്നപ്പോഴേക്കും ഹിരണ്യൻ പറഞ്ഞ അമ്മാവനാണ് എന്ന് പറഞ്ഞ്. അപ്പം കവിത അസലായി, തൻ്റെ നിലവാരത്തിലെന്ന്. ഒയ്യോ, അതൊരു നമ്പൂരി ഫലിതമാണ്. അപ്പോൾ അതുകൊണ്ട് ബാലൻ്റെ വോട്ട് എനിക്കുണ്ടായില്ല, ആ കാര്യം അറിയാവുന്നതാണ്. അതിലൊന്നും ഒരു സംശയവും എനിക്കില്ല. ആദ്യം ചോദിക്കില്ല എന്ന് പറഞ്ഞ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, രാധാകൃഷ്ണൻ ജയിക്കുമോ? ഞാൻ ജയിക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ താൻ ഒരുപക്ഷെ എന്നെ പരിഹസിക്കും. അല്ല, പിന്നീട് പരിഹസിച്ചോളാം. പിന്നീട് പക്ഷേ ആ സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. എൻ്റെ ഗുണം കൊണ്ട് മാത്രമല്ല, മോദി ഫാക്ടറുണ്ട്. എത്ര ഭൂരിപക്ഷം അത് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു സാധ്യതയുണ്ട്. എന്തായാലും ശരിയാണ്. ഒരു 2 ലക്ഷത്തിലേറെ വോട്ടുകൾ മിനിമം ഉണ്ടാകുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. അവർ ഗ്രൗണ്ട് ലെവലിൽ 30% മുകളിൽ പോവോ വോട്ട്? 30% മുകളിൽ പോയി കഴിഞ്ഞാൽ ആര് ജയിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ പറയാൻ പറ്റില്ല. ആണ് അതിൻ്റെ സംഭവം. അപ്പോൾ എറണാകുളത്തിലെ ശരിക്ക് ആര് ജയിക്കുന്നുള്ളത് പ്രവചിക്കാൻ പറ്റില്ല എന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത്, ഇത്ര നേരം പറഞ്ഞത്. അതെ. കാരണം ഹൈബി ജയിക്കുന്ന രാധാകൃഷ്ണൻ വിശ്വസിക്കുന്നില്ല. അല്ല, ജയിക്കും എന്ന് വിശ്വസിക്കാൻ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ കഴിയുന്നില്ല. കാരണം ഈ 60,000 വോട്ട് നഷ്ടപ്പെടുന്ന ആർക്ക് കിട്ടേണ്ടതാണ്? BJP കിട്ടേണ്ട വോട്ടല്ല. 60,000, 40,000, 50,000 എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടല്ല. ആരുടെ വോട്ടാണ്? ഹൈബിയുടെ വോട്ടല്ലേ നഷ്ടം. ഹൈബി ഷൈനിന് വോട്ട് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു ഫലിതം പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു എന്നല്ലാതെ ഹൈബിയും ഭാര്യയും എന്തായാലും ഹൈബിക്ക് തന്നെ വോട്ട് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് ജൂൺ 4 നോക്കാം. ജൂൺ 4 കാണാം. ശരി, അതായിരിക്കും നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.